നമ്മളെ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ആക്റ്റീവേൻ്റെ ഡിക്കി ലൈറ്റാണ്. അപ്പോൾ ഡിക്കി ലൈറ്റിൻ്റെ സ്ട്രിപ്പ് ലൈറ്റാണ് ഈ കാണുന്നത്. ഇതിന് 25 ഉറുപ്പ്യയാണ്. 20 ഉറുപ്പ്യക്ക് നമുക്ക് കിട്ടീന്. 2 കൊല്ലമായി ഇത് ഞാൻ യൂസ് ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ മറ്റുള്ള ഭാഗത്തുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ മുന്നേ ചെയ്ത ഓരോ വർക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഡിക്കിയും കാര്യങ്ങളും മൊത്തത്തിൽ മാറ്റണം. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു പരീക്ഷണമെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടികൾ എടുത്തു വെച്ചത്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഡിക്കി മൊത്തത്തിൽ മാറ്റലേ നിർത്തിയുള്ളൂ. അപ്പോഴത്തേക്കാണ് ഈ ഒരു സ്വിച്ചിന് പ്രശ്നം വന്നത്. നമ്മൾ ഡിക്കി കഴിച്ചിട്ട് മുകളിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ഇത് പൊളിഞ്ഞു പോയി, ഇതിൻ്റെ മേലത്തെ ഭാഗം പൊളിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് പിന്നെ അതിലേക്ക് ഗണിച്ചാൽ അത് റെഡിയാവും. മൊത്തത്തിൽ എളുപ്പം ഫിക്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് റെഫ്രിജറേറ്ററിൻ്റെ ഡോർ സ്വിച്ചാണ്. അടയുമ്പം ഓഫാകുന്നതും തുറന്നാൽ ഓണാവുന്നതായിട്ടുള്ള സ്വിച്ചാണ് വരുന്നത്. അപ്പോൾ അത് ഒന്ന് സെറ്റാക്കണം, എളുപ്പം സെറ്റാക്കാം. നമ്മളത് ഡിക്കി കഴിക്കുമ്പം വന്നു പോയതാണ്. ഇതാണ് നെഗറ്റീവ് വയർ. ഈ നെഗറ്റീവ് വയറാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ആ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ സ്വിച്ചിലേക്ക് വരുന്നത് പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ്. അപ്പോൾ ആ നെഗറ്റീവ് വയർ ഇനി ഒന്ന് ഇൻസുലേഷനൊക്കെ ചെയ്തിട്ട്, ഹീറ്റ് ഇൻസുലേഷൻ ചെയ്തിട്ട് സ്ലീവൊക്കെ ഇട്ടിട്ട് ഒന്ന് കമ്പി വെച്ചിട്ടുള്ള ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വർക്കാണ് വരുന്നത്, വയറിങ് വർക്കാണ്. വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതിന് മുന്നിന്ന് ബാറ്ററി പോസിറ്റീവ് കണക്ഷനാണ് വരുന്നത്. അല്ലാണ്ട് ഈ ഭാഗത്തുള്ള ഒരു കണക്ടറിലേക്കും പോസിറ്റീവ്, വണ്ടി ഓഫായാൽ പോസിറ്റീവ് കിട്ടില്ല. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഒരു ഫ്യൂസ് വെച്ചിട്ടുണ്ട്, സേഫ് ഫ്യൂസാണ് അത് വരുന്നത്. ബ്ലേഡ് ഫ്യൂസ് ഹോൾഡർ വെച്ചിട്ട് ഒരു ഫ്യൂസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിച്ചിലേക്കുള്ള കണക്ഷനും അതേപോലെ ഈ ലൈറ്റിലേക്കുള്ള കണക്ഷനും ഒക്കെ പുറകിലേക്കാണ് വരുന്നത്. ഇത് ഡിക്കി അടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള വയറാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം കമ്പിക്ക് മുട്ടിപ്പോയാൽ ഇത് ഷോർട്ടാവും. ഫ്യൂസ് വെച്ചിട്ട് സേഫാക്കി വെച്ചാൽ കുഴപ്പമില്ല, ഫ്യൂസ് അടിച്ചു പോകും.